എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ടെലിസ്കോപ്പുകളെക്കുറിച്ചാണ്. അതെ, പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ ഭീമൻ കണ്ണുകളെപ്പറ്റി. അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലെൻസുകളുടെയും കണ്ണാടികളുടെയും ഒരു കിടിലൻ കഥയാണിത്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? അപ്പോ നമുക്ക് ഈയൊരു വലിയ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു മില്യൺ, അതായത് 100 കോടി വർഷം മുൻപ് ഏതോ ഒരു വിദൂര നക്ഷത്രത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു പ്രകാശകണം അത്രയും കാലം യാത്ര ചെയ്ത് ഇന്ന് നമ്മുടെ ഭൂമിയിലെത്തുന്നു. ആ നേർത്ത പ്രകാശത്തെ നമ്മൾ എങ്ങനെ പിടികൂടും? അതിനെങ്ങനെ കാണും? സത്യം പറഞ്ഞാൽ ഇതാണ് ടെലിസ്കോപ്പുകൾ ചെയ്യുന്ന പ്രധാന ജോലി. ഇതിന്റെ ഉത്തരം കേട്ടാൽ നിങ്ങളൊരു പക്ഷേ ഞെട്ടും. കാരണം അത് വളരെ സിമ്പിളാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബക്കറ്റാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, ഒരു ബക്കറ്റ്. പക്ഷേ ഇത് സാധാരണ ബക്കറ്റല്ല. നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം കോരിയെടുക്കാനുള്ള ഒരുതരം ലൈറ്റ് ബക്കറ്റ്. ഈ ഒരൊറ്റ ആശയം, ഈ ബക്കറ്റിന്റെ ഐഡിയ നിങ്ങൾക്കൊന്ന് പിടികിട്ടിയാൽ മതി, ടെലിസ്കോപ്പുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ പകുതി കാര്യങ്ങളും മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ഈ നക്ഷത്രപ്രകാശത്തിനുള്ള ബക്കറ്റ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. വളരെ ലളിതമായ ഈയൊരാശയമാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും സങ്കീർണമായ ടെലിസ്കോപ്പുകളുടെയൊക്കെ അടിസ്ഥാനം. ടെക്നിക്കലായി പറഞ്ഞാൽ ഒരു ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് ആകാശഗോളങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം ശേഖരിക്കാനും അതിനെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാനുമുള്ള ഒരു ഉപകരണമാണ്. അതായത് നമ്മുടെ ഈ ലൈറ്റ് ബക്കറ്റിന്റെ പ്രധാന പണി പ്രകാശം പിടിച്ചെടുക്കലാണ്. എത്രത്തോളം നേർത്ത പ്രകാശത്തെ പിടിക്കാൻ പറ്റുമോ അത്രയും പവർഫുള്ളാണ് ആ ടെലിസ്കോപ്പ്. സിമ്പിളായി പറഞ്ഞാൽ ബക്കറ്റ് എത്ര വലുതാണോ അത്രയും കൂടുതൽ പ്രകാശമഴ നമുക്ക് ശേഖരിക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ എപ്പോഴും അതിലും വലിയ ടെലിസ്കോപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ടെലസ്കോപ്പിന് പ്രധാനമായും 2 ജോലികളാണ് ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട 2 ജോലികൾ. ഒന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൂരെ നിന്നുള്ള മങ്ങിയ പ്രകാശത്തെ പരമാവധി ശേഖരിക്കുക, നമ്മുടെ ബക്കറ്റ് നിറയ്ക്കുക. രണ്ടാമത്തേത് അങ്ങനെ എടുത്ത പ്രകാശത്തെ മുഴുവൻ ഒരൊറ്റ പോയിന്റിലേക്ക്, ഒരു ബിന്ദുവിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യുക. ഈ 2 കാര്യങ്ങളും ഒരു ടെലസ്കോപ്പ് ഭംഗിയായി ചെയ്താൽ സംഗതി വിജയിച്ചു. ഇവിടെയാണ് കേട്ടോ ശരിക്കുള്ള കളി. നമ്മുടെ ബക്കറ്റിന്റെ വലിപ്പം, അതായത് ടെലിസ്കോപ്പിന്റെ വ്യാസം അല്ലെങ്കിൽ അപ്പർച്ചർ എന്ന് പറയും, അത് നമ്മൾ ഇരട്ടിയാക്കിയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? പ്രകാശം ശേഖരിക്കാനുള്ള കഴിവ് ഇരട്ടിയല്ല 4 ഇരട്ടിയായിട്ടാണ് കൂടുന്നത്. അതായത് ഡയമീറ്റർ 2 ഇരട്ടി കൂടുമ്പോൾ ലൈറ്റ് ഗ്യാതറിംഗ് പവർ 4 മടങ്ങ് വർദ്ധിക്കും. കൂടുതൽ പ്രകാശമെന്ന് പറഞ്ഞാൽ കൂടുതൽ തെളിച്ചമുള്ള ചിത്രങ്ങൾ, കൂടുതൽ ദൂരെയുള്ള ഗാലക്സികളെ കാണാം. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ കൂടുതൽ രഹസ്യങ്ങൾ നമ്മുടെ മുന്നിലെത്തും. ശരി, അപ്പോൾ ആദ്യത്തെ കാര്യം ഓക്കെ ആയി. പ്രകാശം ശേഖരിക്കാൻ നമുക്കൊരു ബക്കറ്റ് കിട്ടി. പക്ഷേ രണ്ടാമത്തെ കാര്യമോ? ശേഖരിച്ച ഈ പ്രകാശത്തെ എങ്ങനെ ഒരൊറ്റ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യും? പ്രകാശത്തെ ഇങ്ങനെ വളച്ച് ഒതുക്കി ഒരു ബിന്ദുവിലെത്തിക്കാൻ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച വിദ്യ എന്താണെന്നറിയാമോ? ലെൻസുകൾ. അതെ, കണ്ണടയിലൊക്കെ ഉപയോഗിക്കുന്ന അതേ ലെൻസുകൾ തന്നെ. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. കാരണം അത് പ്രകാശത്തെ വളയ്ക്കുകയാണ്, അല്ലെങ്കിൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ റിഫ്രാക്റ്റ് ചെയ്യുകയാണ്. ഏകദേശം 1608-ൽ ഡച്ച് കണ്ണട നിർമ്മാതാക്കളാണ് ഇത് കണ്ടുപിടിച്ചത്. പക്ഷേ ശരിക്കുള്ള വിപ്ലവം വരുന്നത് ഗലീലിയോ ഈ ഉപകരണം എടുത്ത് നേരെ ആകാശത്തേക്ക് തിരിച്ചുവെച്ചപ്പോഴാണ്. അതൊരു ചരിത്ര നിമിഷമായിരുന്നു. അതോടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെല്ലാം മാറിമറിഞ്ഞു. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ സിമ്പിളായിട്ട് പറയാം. ഒരുപാട് ദൂരെയുള്ളൊരു നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ ഏതാണ്ട് സമാന്തരമായിട്ടായിരിക്കും, പാരലലായിട്ടായിരിക്കും വരുന്നത്. ഒരു കോൺവെക്സ് ലെൻസ്, അതായത് നടുക്ക് തടിച്ച് അറ്റങ്ങൾ മെലിഞ്ഞ തരം ലെൻസ്, ഈ പാരലൽ രശ്മികളെയെല്ലാം വളച്ച് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരും. ആ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. അവിടെയാണ് ആ നക്ഷത്രത്തിന്റെ ഒരു കുഞ്ഞു ചിത്രം തെളിയുന്നത്. അപ്പോൾ ലെൻസുകൾ ഒരു വിപ്ലവം തന്നെയായിരുന്നു, സംശയമില്ല. പക്ഷേ ശാസ്ത്രജ്ഞർക്ക് എപ്പോഴും വലുതു മതിയല്ലോ. അവർ കൂടുതൽ വലിയ ടെലസ്കോപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങളും വലുതാകാൻ തുടങ്ങി. ഗ്ലാസ് കൊണ്ട് പ്രകാശത്തെ മെരുക്കുന്ന ഈ വിദ്യയ്ക്ക് ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു, ചില വലിയ കുഴപ്പങ്ങൾ. പ്രധാനമായും 3 തലവേദനകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമതായി, ഒരു കുറ്റവും കുറവുമില്ലാത്ത പെർഫെക്റ്റായ വലിയ ഗ്ലാസ് ലെൻസുകൾ ഉണ്ടാക്കുക എന്നത് ഭയങ്കര പാടായിരുന്നു. രണ്ടാമത്തെ പ്രശ്നം ഭാരമാണ്. ഒരു വലിയ ലെൻസ് അതിന്റെ സ്വന്തം ഭാരം കാരണം ചെറുതായിട്ടൊന്ന് വളയും, തൂങ്ങിപ്പോകും. ഇത് ചിത്രത്തിന്റെ ക്വാളിറ്റിയെ നശിപ്പിക്കും. പിന്നെ മൂന്നാമത്തെ, ഏറ്റവും വലിയ വില്ലൻ, ക്രോമാറ്റിക് ആബറേഷൻ. അതായത് ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിലെ പല നിറങ്ങളും പല രീതിയിലായിരിക്കും വളയുന്നത്. ഫലത്തിൽ ചിത്രത്തിന് ചുറ്റും ഒരു മഴവില്ല് പോലെ നിറങ്ങൾ വരും, ക്ലാരിറ്റി മൊത്തത്തിൽ പോകും. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വേണ്ടേ? അവിടെയാണ് കഥയിലേക്ക് നമ്മുടെ ഹീറോ വരുന്നത്, സാക്ഷാൽ സർ ഐസക് ന്യൂട്ടൺ. ന്യൂട്ടൺ ചിന്തിച്ചത് വേറൊരു വഴിക്കാണ്. പ്രകാശത്തെ എന്തിനാണ് ഈ ഗ്ലാസ്സിലൂടെ കടത്തിവിട്ട് വളയ്ക്കുന്നത്?
അതിനു പകരം ഒരു കണ്ണാടിയിൽ തട്ടി പ്രതിഫലിപ്പിച്ചാലോ? അതായിരുന്നു ആ ബ്രില്യൻ്റ് ഐഡിയ. അങ്ങനെയാണ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് ഉണ്ടാകുന്നത്. പ്രകാശത്തെ ഉള്ളിലൂടെ കടത്തിവിടുന്ന ലെൻസിന് പകരം പ്രകാശത്തെ ശേഖരിച്ച് ഫോക്കസ് ചെയ്യാൻ ഒരു വളഞ്ഞ കണ്ണാടി, അതായത് ഒരു കോൺകേവ് മിറർ ഉപയോഗിക്കുന്ന സിസ്റ്റം. ടെലസ്കോപ്പുകളുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം തന്നെയായിരുന്നു അത്. ഇവിടെയും സംഭവിക്കുന്നത് അതുതന്നെയാണ്. സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ പ്രകാശത്തെ വളക്കുകയല്ല, പകരം ഒരു കോൺകേവ് മിറർ ഉപയോഗിച്ച് ഒരൊറ്റ പോയിന്റിലേക്ക് പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലക്ഷ്യമൊന്നു തന്നെ, പക്ഷെ അതിലേക്കുള്ള വഴി തികച്ചും വ്യത്യസ്തമായിരുന്നു. അവിടെയാണ് ന്യൂട്ടൺ വിജയിച്ചത്. കണ്ണാടിയുടെ ഏറ്റവും വലിയ ഗുണമെന്താന്ന് വെച്ചാൽ പ്രകാശം ഗ്ലാസിന്റെ ഉള്ളിലേക്ക് കടക്കുന്നില്ല. അത് വെറുതെ മിററിന്റെ മുൻവശത്ത് തട്ടി തിരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്ലാസിന്റെ ഉള്ളിൽ ചെറിയ കുമിളകളോ എന്തെങ്കിലും കുറവുകളോ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ലെൻസുകളുടെ ഏറ്റവും വലിയ തലവേദന ഒറ്റയടിക്ക് തീർന്നു. ഇതോടെ എത്ര വലിയ ടെലിസ്കോപ്പുകൾ വേണമെങ്കിലും നിർമ്മിക്കാമെന്നായി. അപ്പോ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന വലിയ ടെലിസ്കോപ്പുകളൊക്കെ ന്യൂട്ടന്റെ ഈ ഐഡിയ ഫോളോ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ലെൻസുകൾക്ക് പകരം കണ്ണാടികൾ ഈ കളിയിൽ ജയിച്ചത്? നമുക്ക് നോക്കാം. ഇതൊന്ന് നോക്കിയാൽ കാര്യം വ്യക്തമാകും. ഒരു ലെൻസിനെ അതിന്റെ അരികുകളിൽ മാത്രമേ താങ്ങി നിർത്താൻ പറ്റൂ. അതേസമയം ഒരു കണ്ണാടിയെ അതിന്റെ പുറകിൽ നിന്നും മുഴുവനായും സപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ടുതന്നെ കണ്ണാടികൾ എത്ര വലുതു വേണമെങ്കിലും ഉണ്ടാക്കാം. ഭാരം കാരണം വളഞ്ഞു പോകുമെന്ന പേടി വേണ്ട. പിന്നെ ലെൻസുകളുടെ ആ നിറം പിരിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ടല്ലോ, ക്രോമാറ്റിക് അബറേഷൻ, അത് കണ്ണാടികൾക്ക് ഒട്ടുമേയില്ല. ചുരുക്കി പറഞ്ഞാൽ ലെൻസുകളുടെ എല്ലാ പ്രശ്നങ്ങളും കണ്ണാടി ഒറ്റയടിക്ക് പരിഹരിച്ചു. ഇതൊരു കംപ്ലീറ്റ് വിജയമായിരുന്നു. ഈയൊരു ടൈം ലൈൻ നോക്കൂ. ഏകദേശം 1608 ആദ്യത്തെ ലെൻസ് ടെലസ്കോപ്പ് അല്ലെങ്കിൽ സ്പൈഗ്ലാസ് കണ്ടുപിടിക്കുന്നു. വെറും 60 വർഷം കഴിഞ്ഞപ്പോഴേക്കും 1668 ന്യൂട്ടൺ തന്റെ ആദ്യത്തെ റിഫ്ലക്റ്റർ ടെലസ്കോപ്പ് നിർമ്മിച്ചു. ആ നിമിഷം മുതൽ കളിയുടെ നിയമങ്ങൾ അപ്പാടെ മാറി. അവിടെയാണ് ശരിക്കും ആധുനിക ജ്യോതിശാസ്ത്രം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ വലിയ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെ ഒട്ടുമിക്ക എല്ലാ വലിയ ഗവേഷണ ടെലിസ്കോപ്പുകളും റിഫ്ലക്ടറുകളായിരിക്കുന്നത്. ഭൂമിയിലുള്ള ഭീമൻ ഒബ്സർവേറ്ററികൾ മുതൽ ബഹിരാകാശത്തുള്ള ഹബിൾ, എന്തിന് ഏറ്റവും പുതിയ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് വരെ എല്ലാം കണ്ണാടികൾ ഉപയോഗിച്ചാണ് പ്രകാശം ശേഖരിക്കുന്നത്. ആ മത്സരത്തിൽ കണ്ണാടികൾ വ്യക്തമായി വിജയിച്ചു. ആ വിജയം ഇന്നും തുടരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. 350-ലധികം വർഷം മുൻപ് ന്യൂട്ടൺ മുന്നോട്ട് വെച്ച ഒരൊറ്റ ആശയം. അതാണ് ഇന്നും പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോ അടുത്ത വലിയ കുതിച്ചുചാട്ടം എന്തായിരിക്കും? ടെലിസ്കോപ്പുകളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? തീർച്ചയായും നിങ്ങളുടെ ചിന്തകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. വീണ്ടും കാണാം.